കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളാണോ കാരണക്കാരെന്നാണ് ചോദ്യം. കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ. കാരണം പലപ്പോഴും എൽഡേഴ്സ് പറയാറുണ്ട്, അവൻ ശരിയല്ല, അവൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ടോപ്പിക്കിനാണ് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളാണോ പ്രശ്നം അവർക്ക്, നിങ്ങൾ കാരണമാണോ എന്നുള്ളതല്ല. നിങ്ങളാണോ കുട്ടികളുടെ പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, കുട്ടികളെന്ന് പറഞ്ഞ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞാൽ ആ സമയം മുതൽ അവർ കുട്ടികളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അവർക്കൊരു പ്രശ്നമായി മാറിയിട്ടുണ്ടോ? ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്ന പിള്ളേർക്കൊക്കെ പ്രശ്നമുണ്ടെന്നാണ്. പക്ഷെ ഇവിടെ ഒരു ടോപ്പിക്ക് അവതരിപ്പിച്ചിരിക്കുന്നതാണ്, നിങ്ങളാണോ കുട്ടികളുടെ പ്രശ്നം. ഇങ്ങനെ ആരും ചിന്തിക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇത് എങ്ങനെ ആയിരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളാ പ്രശ്നമെന്നോ കുട്ടികളാ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. നമ്മളെല്ലാവരും ഒന്നിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ചിന്തിച്ചിട്ട് ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഓരോരുത്തരെടുത്ത്, ഓരോരുത്തരുടെ തീരുമാനം ഓരോ തരത്തിലായിരിക്കും. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം ഈ ക്ലാസ്സിൽ ഞാൻ തരാൻ പറഞ്ഞത്, തിങ്ക് യുവേഴ്സ് സെൽഫ് വെൻ യു സീ സർട്ടൻ തിങ്. ഞാൻ ചില ക്വസ്റ്റ്യൻ ഒന്നും ഇതിനകത്തില്ല, വെറുതെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ ഇതിനകത്ത് ഇടാൻ പോകുന്നുള്ളൂ. അപ്പം അതിനകത്തുനിന്ന് നിങ്ങൾക്കൊരു ഉൾവെളിച്ചം കിട്ടുക, അതിൽ കൂടെ നിങ്ങൾ വളരുക. അതാണ് നമ്മുടെ എല്ലാവരുടെയും ക്ലാസ്സിൻ്റെ ലക്ഷ്യം. സേറ പറഞ്ഞ വളർച്ചയാണ്. അപ്പം ഈ വളർച്ച നിങ്ങൾക്ക് ഇവിടെ ഈ ക്ലാസ് കൊണ്ട് എത്രമാത്രം കിട്ടും എന്നത് നിങ്ങളുടെ ഈ ക്ലാസ്സിനോടുള്ള സമീപന രീതിയെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, നമുക്കൊരു യാത്ര തുടങ്ങാം. എപ്പോഴും നിങ്ങൾ, ഞാൻ ഈ കുട്ടിയുടെ ഫാദറോ മദറോ ആയിരുന്നെങ്കിൽ, എൻ്റെ വീട്ടിലാണ് ഇവൻ ഇരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ചിന്ത ഇതിലെല്ലാം പോവും. കുട്ടി പ്രശ്നക്കാരനാണെന്നേ തോന്നുള്ളൂ നിങ്ങൾക്ക്. കുട്ടിക്ക് എന്തോ തകരാറുണ്ട്, അവനും തറ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു. രാവിലെ ഞാനിതെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഓഫീസിൽ പോയതാണ്. തിരിച്ചു വന്നപ്പം നശിപ്പിച്ചാലും കുഴപ്പമില്ല, അവൻ്റെ ഇരിപ്പ് കണ്ടില്ലേ, എന്തോ ഹാപ്പി ആയിട്ടാണ് അവൻ ഇരിക്കുന്നത്. ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. ചിന്തിച്ചെങ്കിലേ കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ട്. അപ്പം ആദ്യത്തെ കണ്ടു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് തോന്നി കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, അവനൊരു കളി കളിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ പറയുള്ളൂ, അവൻ്റെ ഒരു തമാശ, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഈ തമാശയായിട്ട് എടുക്കുന്നില്ല, കുട്ടിക്ക് പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെയാ കുട്ടി ഹാപ്പി ആകുന്നത്? അപ്പൊ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? കുട്ടിക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. കുട്ടിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതെങ്ങനെ എടുക്കാം? ഓരോ ചോദ്യങ്ങൾക്കും 100,000 ആൻസർ കൊടുക്കാം. ആദ്യത്തെ ചോദ്യം, കുട്ടിക്ക് പ്രശ്നമുണ്ടോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. എന്തെങ്കിലും ആയിക്കോട്ടെ അതിൻ്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം, മാതാപിതാക്കൾ എങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല, മാതാപിതാക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാമോ? ഈ കുട്ടിയുടെ പ്രശ്നമായിട്ട് കണക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. വെറുതെ സിമ്പിൾ. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ളതായിരിക്കണം നിങ്ങൾ വിചാരിക്കണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ കണക്ട് ചെയ്താലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൊല്യൂഷൻസോ അല്ലെങ്കിൽ ഒരു അവബോധമോ ഒരറിവോ ഈ പടത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ്. കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും, അതൊന്നും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനും പോകുന്നില്ല, ഒരു ആർഗ്യുമെന്റും പോകുന്നില്ല, ഒരു ഡിസ്കഷനും പോകുന്നില്ല. ഇതൊക്കെ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ, സേറ പറഞ്ഞ പോലെ, ജീവിതത്തിൽ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ, ഇപ്പം നിങ്ങൾക്ക് കുട്ടികൾ കാണിയാലും വലുതായി കാണുമായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ടാകുമായിരിക്കും. ഗ്രാൻഡ് ചിൽഡ്രൻ ചിന്തിക്കുന്ന ഒരു തരത്തിലായിരിക്കും, പക്ഷേ പേരൻസ് ചിന്തിക്കുന്ന വേറെ തരത്തിലായിരിക്കും കേട്ടോ. നിങ്ങളാരെങ്കിലും നിങ്ങളുടെ അമ്മമാരായിരുന്നപ്പോൾ അല്ലെ അച്ഛന്മാരായിരുന്നപ്പോൾ ഏത് തരത്തിലാണ് ചിന്തിച്ചിരിക്കുന്നത്?
അതിൽ നിന്നും ഘടകവിരുദ്ധമായിട്ടായിരിക്കും നിങ്ങളുടെ ഗ്രാൻഡ് പേരൻ്റ് ആയി കഴിയുമ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോരോ ലെവൽ സ്റ്റേറ്റുകൾ നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, അന്നാ കണ്ട പടം, അന്ന് അവിടുത്തെ ആ ചോദിച്ചതിൻ്റെ ഉത്തരം എനിക്ക് എങ്ങനെയാണ് ഇപ്പം കിട്ടുന്നത്? അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? അവയർനെസ് അല്ലെങ്കിൽ തിരിച്ചറിവുകൾ. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന തിരിച്ചറിവല്ല കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. ഇതാണ് കാരണവന്മാരും എപ്പോഴും പറയാറുള്ളതാണ്, നിനക്കൊക്കെ തിരിച്ചറിവ് ഇപ്പം ഇല്ല, കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മനസ്സിലാകുന്നതാണ്. ഇപ്പം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പം നമുക്ക് ഓരോ തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലക്ഷ്യം ഇതാണ്, നിങ്ങൾക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുക. തിരിച്ചറിവ് എപ്പോഴും അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ഇല്ല. തിരിച്ച് അറിയുക. തിരിച്ച് അറിഞ്ഞു കഴിയുമ്പോഴാണ്, നേരത്തെ ഉണ്ടായിരുന്ന അറിവിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു അറിവ് ഇപ്പം കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കറക്റ്റഡ് ആകുന്നെന്ന് പറയും. അപ്പോൾ നമ്മൾ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നിട്ടും നമുക്ക് മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടില്ല. നിങ്ങൾ പിറന്ന വീണപ്പം അല്ലെങ്കിൽ ഒരു ടീനേജ് കഴിഞ്ഞിട്ട് ഒരു 10-22 വയസ്സായപ്പോൾ ഉണ്ടായിരുന്ന അതേ ചിന്തകളാണ് നിങ്ങൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു മാറ്റവും വന്നിട്ടില്ല. ലോകം മാറുന്നുണ്ട്, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയല്ലേ, യു കനോട്ട് ക്രോസ് എ റിവർ സെക്കൻഡ് ടൈം. അപ്പൊ നമ്മൾ പറയും റിവർ എന്ന് പറയുന്നത് അതിനകത്ത് വെള്ളം കൂടെ വരുമ്പോഴാണ്. അതെപ്പോഴും ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാറിക്കൊണ്ടിരിക്കും. ഇതുപോലെ മനുഷ്യരും അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സും ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നമ്മൾ അറിയുന്നില്ല. പഴയ തരത്തിൽ ഒരേ ബിഹേവിയർ തന്നെ നീ ഇരിക്കുകയാണെങ്കിൽ സംതിങ് ഈസ് റോങ് വിത്ത് യു എന്നുള്ളതാണ്. ഓന്ത് വരെ മാറും, ഇല്ലേ? കാക്ക വരെ ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാക്കയുടെ നോട്ടം കണ്ടാൽ അറിയാം. പാമ്പ് വരെ മാറി. എല്ലാ ജീവികൾക്കും മാറ്റം വരുന്നുണ്ട്. പക്ഷെ മനുഷ്യർ, ചില ആൾക്കാരുണ്ട്, ഒരു മാറ്റവും ഇല്ല. എത്ര വർഷം കഴിഞ്ഞാലും അവൻ പിന്നെ ചങ്കരൻ തെങ്ങേലെന്ന് പറഞ്ഞ പോലെ അതുപോലെ എനിക്ക് ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും നിനക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ ദർ ഈസ് സംതിങ് റോങ് വിത്ത് യു എന്ന് യാതൊരു സംശയമില്ല അതുകൊണ്ട് പറയാൻ സാധിക്കും. ദിസ് പിക്ചറിൻ്റെ അകത്ത് എല്ലാ മീനിങ്ങും കിട്ടുന്നുണ്ട്. പുവർ പെർഫോമൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. കുട്ടിയുടെ പുവർ പെർഫോമൻസ് അത് പഠിത്തത്തിലാകാം, പെരുമാറ്റത്തിലാകാം, എന്തെങ്കിലും ജോലിയിലാകാം. അപ്പോൾ ഈ അപ്പനായിരിക്കണം. ഈ അപ്പൻ ഈ കൈയുടെ ഷേപ്പ് എല്ലാം കാണുമ്പോൾ എന്തായിരിക്കും അപ്പൻ്റെ എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. പടം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇതിൻ്റെ എന്താണ് ഇത് സിഗ്നിഫൈ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത്, എന്താടാ നീ കാണിക്കുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? നീയൊക്കെ എന്നാ നന്നാകാൻ പോകുന്നത്, എന്നാ പഠിക്കാൻ പോകുന്നത്, എന്നാ നീ ഇമ്പ്രൂവ് ആൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന രീതിയിലുള്ള ഒരു ചോദ്യം ചോദിച്ചാണ് അപ്പൻ അവിടെ നിൽക്കുന്ന അപ്പനാണെങ്കിൽ. അപ്പനായിരിക്കും മിക്കവാറും. അല്ലാതെ വേറെ ആരും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ കുട്ടി താൻ പോടുമെന്ന് പറഞ്ഞിടാൻ പോകും. അപ്പോൾ സ്വന്തം അപ്പൻ ഇവൻ്റെ പെർഫോമൻസിൽ, ഈ ഞാൻ എഴുതിയ കേട്ടോ പെർഫോമൻസോ, ഇതിൻ്റെ അടിക്കുറിപ്പൊന്നും ഇല്ല ഈ പടത്തിന്, വെറുതെ ഒരു പടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നമുക്കിവിടെ ക്ലാസ്സിന് ചേരുന്ന ഒരു പടമായിട്ട് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന ഈ കുട്ടിയുടെ എന്തോ പുവർ പെർഫോമൻസ് ഉണ്ട്. പഠിത്തത്തിലാകാം, ജോലിയിലാകാം, സ്വഭാവത്തിലാകാം. എന്താണ് ഇയാൾ ചോദിക്കുന്നത്? മിക്കവാറും ഇങ്ങനെ ആകാം, എടാ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീയൊക്കെ എന്ന് നന്നാകാനാ, എന്നാണ് ഈ നീ നന്നാകാൻ പോകുന്നത് എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പെരുമാറുന്നത് വേറെ തരത്തിൽ പെരുമാറിക്കൂടെ? ഇപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അപ്പൻ എനിക്കൊരു പ്രശ്നമായി വന്നല്ലോ എന്നായിരിക്കും ആ കുട്ടി ചിന്തിക്കുന്നത്. കാരണം കുട്ടികളുടെ പുവർ പെർഫോമൻസിന് കുട്ടികൾ ഒരിക്കലും ഉത്തരവാദികളാകുകയില്ല. ഏതെങ്കിലും കുട്ടികൾ അബദ്ധം കാണിക്കുകയാണെങ്കിൽ അത് കുട്ടികളാണ് അതിന് ഉത്തരവാദികൾ അല്ല. കുട്ടികളെ ഒരു 18 വയസ്സ് വരെ എന്ത് ചെയ്യാനും ശിക്ഷിക്കാത്തത്? കാരണം അവർ തെറ്റ് ചെയ്യുന്നില്ല. അവർ പഠനത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു ബാത്റൂമിൽ കയറി കഴിയുമ്പം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റി വീണെന്ന് വരും. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ തെറ്റി വീഴാതെ കൊണ്ട് പോകാൻ നിങ്ങൾക്കറിയാം.
എന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സ് വരെയും കുട്ടികളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പേരൻസിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എൽഡേഴ്സിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് അവര് ഒരു തിരിച്ചറിവിലേക്ക് വരുന്നത്. ഗവൺമെന്റിന്റെ കണക്കുകൂട്ടലും പ്രകാരം ഏതാണ്ട് 18 വയസ്സ് വരെയും അവർക്ക് തിരിച്ചറിവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കോടതിയിൽ അവരെ ശിക്ഷിക്കാത്തത്. അവരെ ജുവനൈൽ ഹോമിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വിടുകയാണ്. അപ്പൊ കുട്ടി ജുവനിൽ എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തെറ്റുകാരനല്ല. പക്ഷെ എന്തുകൊണ്ട് ഈ അറിവില്ലാത്ത അപ്പൻ അല്ലെങ്കിൽ എൽഡർ ഈ തരത്തിൽ കുട്ടിയോട് ചോദിക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഫാദേഴ്സ് റിയാക്ഷൻ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് ഏതാണ്ട് ഫാദേഴ്സ് റിയാക്ഷൻ. സൺ ഗോട്ട് കൺഫ്യൂസ്ഡ്. അവനിതൊന്നും മനസ്സിലാകുന്നില്ല. ഈ അപ്പൻ പറയുന്ന ഒന്നും ഇവന് മനസ്സിലാകുന്ന, അവന് ഇങ്ങനെ തലയും കുനിച്ച് അങ്ങ് നിൽക്കുകയാണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഏതാണ്ട് 18 വയസ്സ് വരെയും കൺഫ്യൂസ്. സൈക്കോളജി പഠിച്ചവർക്കറിയാം, ടീനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ട്രൈയിങ് ഔട്ട്. അവരുടെ ഓരോരോ ബിഹേവിയർ അവർ ട്രൈ ഔട്ട് ചെയ്യാണ്. അപ്പോൾ അവർ മുടി വെട്ടി ഒരു സ്റ്റൈൽ എടുക്കും, ഡ്രസ്സ് ഒരു തരത്തിലെടുക്കും, പിന്നെ ഓരോരോ ആക്ഷൻസ് ഒക്കെ കാണിക്കും. അങ്ങനെ ടീനേജ് ടൈം മുഴുവനും ദേ ആർ ട്രൈയിങ് ഔട്ട്. ഏതാണ് ശരി? ദേ വാണ്ടഡ് ടു ഷോ ഐ ആം എ മെറ്റർ ഗൈ. ഞാൻ എനിക്കത് അറിയാം. കുറച്ച് കഴിയുമ്പോൾ വേറൊന്ന് കാണിക്കും. അതിന് നമ്മൾ ഓരോ പേരിടും. കോപ്രായം, ഓരോരോ കോമാളിത്തരം പിള്ളേർ കാണിക്കാന്ന് പറയും. വാസ്തവത്തിൽ അവർ കോമാളിത്തരം അല്ല കാണിക്കുന്നത്. കണ്ടില്ലേ കുട്ടികളൊക്കെ ഒരു 10 വയസ്സ് 12 വയസ്സ് പിള്ളേരൊക്കെ അവര് ഫോട്ടോയ്ക്ക് പോസിരിക്കുകയാണ്, എന്തെല്ലാം വിട്ടിവേഷം അവർ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഞാൻ വിട്ടിവേഷം എന്ന് പറഞ്ഞാലും ദേ ആർ ഷോയിങ് ദാറ്റ് ഐ ആം സ്മാർട്ട്. അതാണ് കുട്ടികൾ ചെയ്യുന്നത്. അഡൾട്ടിന് തോന്നും അവര് വിട്ടിവേഷം കാണിക്കാമെന്ന്. പക്ഷേ അവരെ തന്നെ ഞാൻ മിടുക്കനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ നമ്മളിടുന്ന പേരാണ് കോപ്രായം. അവരിടുന്ന ഐ ആം ആക്ടിങ് സ്മാർട്ട്, ഞാൻ സ്മാർട്ടാണെന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പൊ കുട്ടികളെ അവിടെ വെച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? കുട്ടികളെ അങ്ങോട്ട് വിലയിരുത്തും. ശരിക്കും പറയുകയാണെങ്കിൽ ലോകത്തിൽ നമുക്ക് ആരെയും വിലയിരുത്താനുള്ള അവകാശമില്ല. യു കനോട്ട് ജഡ്ജ് എ പേഴ്സൺ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്, നിനക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നത്. കാരണം നമുക്ക് ജഡ്ജ് ചെയ്യാൻ ഒന്നാമത്തെ കാര്യം അധികാരമില്ല. രണ്ടാമത്തെ കാരണം ഹു ആർ യു ടു ജഡ്ജ് എ സെക്കൻഡ് പേഴ്സൺ? പെർഫെക്ഷൻ ആയിട്ടിരിക്കുന്ന നമ്മളെല്ലാം കമ്പയർ ചെയ്യുന്ന പെർഫെക്ഷൻ ആയിട്ടുള്ളതുമായിട്ടാണ്. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഒരു മനുഷ്യനെ കമ്പയർ ചെയ്യണമെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം. ഞാൻ എങ്ങനെയാ പെർഫെക്റ്റ് ആയിട്ടുള്ളത്? ഫാദേഴ്സ് റിയാക്ഷൻ, ദ ചൈൽഡ് ഗോട്ട് കൺഫ്യൂസ്ഡ്. കാരണം കൺഫ്യൂസ്ഡ് വരാനുള്ള കാരണം വെച്ചാൽ അവന്റെ ഭാഗത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവനൊക്കെ അറിയാവുന്ന രീതി കൂടെ അവൻ ചെയ്തു, അറിയാവുന്ന രീതി കൂടെ പഠിച്ചു. പക്ഷേ ഉദ്ദേശിച്ചത്ര മാർക്ക് അപ്പൻ ഉദ്ദേശിച്ചത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കല്ല. കുട്ടിയെ ഉദ്ദേശം കുട്ടിയിരിക്കണം നിർബന്ധമില്ല. അല്ലെങ്കിൽ കുട്ടി വിചാരിച്ച പോലെ കാര്യങ്ങൾ നടത്താൻ സാധിച്ചു കാണിയല്ല. അവനോട് പച്ചക്കറി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇവിടെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ആണ്ട കേടായ പച്ചക്കറി ആയിരിക്കും. അവനതും തിരിച്ചറിയാൻ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഹൂ ഈസ് റോങ്? ഇവിടെ തെറ്റും ശരിയുടെ കാര്യമല്ല പറയുന്നത്. അപ്പൊ കുട്ടി കൺഫ്യൂസ്ഡായി. അയ്യോ, ഞാനെല്ലാം നോക്കിയെടുത്തല്ലോ, എന്നിട്ട് എന്ത് പറ്റി? നല്ലതായിരുന്നല്ലോ എൻ്റെ കാഴ്ചപ്പാടിൽ, അപ്പൻ എന്തേ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചൈൽഡ് ഗോട്ട് കൺഫ്യൂസ്ഡ്. നിങ്ങൾക്കൊരു കുട്ടീനെ ദ്രോഹിക്കണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രം ചെയ്തേച്ചാൽ മതി, കൺഫ്യൂസ്ഡ് ആക്കി വെച്ചാൽ മതി. ഒരു യങ്ങറിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എങ്ങനല്ല ഏതൊരു മനുഷ്യനോടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് അയാൾക്ക് കൺഫ്യൂസ്ഡ് ആക്കുക എന്നുള്ളത്. കൺഫ്യൂസ്ഡ് ആക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അയാൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞു. അയാൾ അവസാനം ഗിൽറ്റി കോൺഷ്യസിലേക്ക് വന്നിട്ട് അവസാനം വേണേ ടോട്ടൽ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആത്മഹത്യ വരെയും ചെയ്യാം. അതുകൊണ്ട് കൺഫ്യൂഷൻ ആക്കാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ക്രൂരത. ഒരു കുട്ടി വേറൊരു ഇപ്പം ബൈ ചാൻസിൽ ഇപ്പം അമ്മ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം അച്ഛന് വേണേലും അവിടെ ഇരിക്കാം. അല്ല എനി എൽഡർ ക്യാൻ ബി ദെയർ. ബുള്ളീഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എനിക്കറിയാമല്ലേ? ഈ സ്കൂളിലൊക്കെ കളിയാക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ കളിയാക്കൽ കൂടി കഴിഞ്ഞിട്ട്
ഇപ്പൊ നമ്മൾ പത്രത്തിൽ വായിക്കുന്നതല്ലേ, വലിയ ക്രൂരകൃത്യത്തിലേക്ക് വരെ പോവും, ജീവൻ വരെ പോയെന്ന് വരും. ആ, ആരെ പുള്ളി ചെയ്യുന്നു. ഈ കോളേജിലൊക്കെ റാഗിങ് ഇതൊക്കെ പറയുന്ന ബുള്ളിങ് ആണ്. കൊച്ചു കുട്ടികളെയും പുള്ളി ചെയ്യുന്നുണ്ടോ ഇഷ്ടംപോലെ. നമ്മുടെ പിള്ളേർക്ക് അല്ലെങ്കിൽ മറ്റു മനുഷ്യർക്ക് അത് പ്രായമായി കഴിഞ്ഞാലും പുള്ളിയുടെ ആകുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ അമ്മ എന്ത് ചെയ്തെന്ന് നിങ്ങളങ്ങ് അനുമാനിച്ചോണ്ടാ മതി. എന്ത് ചെയ്താലും കുട്ടിക്ക് ചെറിയൊരു മനസ്സമാധാനം കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ചെയ്തത് ഡോക്ടർ കൺസോൾഡായി. അതാണ് ഏതാണ്ട് ഒരു മനസ്സമാധാനം. പക്ഷെ മുകളിലത്തെ ആദ്യം കണ്ട കുട്ടിക്ക് എന്ത് കിട്ടി? എന്തെങ്കിലും കൺസോൾഡ് ആയോ? അവനെ കൺഫ്യൂസ്ഡ് ആക്കിയുള്ളൂ. ഇവിടെ കുട്ടി എമ്പതിയോടുകൂടി കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടു. ഇപ്പം നമുക്കാർക്കും പലർക്കും ഇല്ലാത്തൊരു സംഗതിയാണ് എമ്പതി. എമ്പതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ തരത്തിലേക്ക് നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ. എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാം അതൊക്കെ സ്നേഹത്തിന്റെ ഒരു പര്യായമാകട്ടോ. എമ്പതി എന്ന് പറയുന്നത് ഈ ഒരു സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എമ്പതി ഉണ്ടാവുള്ളൂ, അല്ലാത്ത കമ്പാഷനൊക്കെ ഉണ്ടാവുള്ളൂ, വേറെ ആർക്കും ഉണ്ടാകത്തില്ല. കൺസോൾ. ഇനി ഞാൻ നിങ്ങളെ ഒന്നിന്റെ പടം കാണിക്കാം. ഇതിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇത് ആംഗ്ലപെങ്ങളൊന്നും അല്ല, നമുക്കറിയാമല്ലോ കാണുമ്പോൾ. ടീനേജ് പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നടക്കുന്നതും ഇരിക്കുന്നതൊക്കെ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഞങ്ങളുടെ കാലത്ത് ഇതൊക്കെ വലിയ പാപമായിരുന്നു, അങ്ങനെ ചെയ്തതിൻ്റെ അടിവരെയും കിട്ടിയിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് വരെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. തൊടാൻ പോയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് ഗെറ്റൗട്ടടിക്കും. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സോറി ഐ ആം ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ്, എനിക്ക് ഈ പിള്ളേരുടെ ഇപ്പോഴത്തെ പെരുമാറ്റം എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് അടുത്ത ലെവൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. കുട്ടികൾ മണ്ടത്തരം കാണിക്കുന്നതും ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത്രയും വരെ. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ളതൊക്കെയാണ് ഇതാണ് പല ആൾക്കാരും നമ്മുടെ അടുത്ത് വരുന്നത് കൗൺസിലിങ്ങിനൊക്കെ. ഇങ്ങനത്തെ ആൾക്കാർ, സോറി എൻ്റെ പിള്ളേർ, എൻ്റെ മകനല്ല മകൾ ഇങ്ങനെയായിപ്പോയി, എങ്ങനെയാ അവരെ രക്ഷിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടൊക്കെ വരും. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. അതുപോലെ തന്നെ എന്ത് ചെയ്യും? പല ആൾക്കാർ എന്നോട് ചോദിക്കുക എന്ത് ചെയ്യും. നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കും. നിങ്ങൾ പേരൻസ് ആണെങ്കിൽ നിങ്ങളുടെ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ നിങ്ങൾ എന്ത് ചെയ്താലും ഈ കുട്ടികൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകും, നിങ്ങൾക്ക് നഷ്ടപ്പെടും. യു വിൽ ലൂസ് യുവർ ചിൽഡ്രൻ. ബിക്കോസ് ഇവര് ചെയ്യുന്ന തെറ്റോ ശരിയുടെ ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇപ്പൊ ഇവര് ചെയ്യുന്നതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. തെറ്റ് ശരിയല്ല കേട്ടോ, ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇതിനകത്ത് തെറ്റ് ശരിയൊന്നുമില്ല. ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ഇതാണ് നിങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കുട്ടികൾ ഇങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ റിയാക്ഷൻ ഈ കുട്ടികളെ നശിച്ചു പോവുകയാണെങ്കിൽ അർത്ഥം നിങ്ങളുടെ റിയാക്ഷൻ തെറ്റിപ്പോയി എന്നുള്ള യാതൊരു സംശയമില്ല. കുട്ടികളെ ജനിപ്പിക്കുന്ന എന്തുമാത്രം ആഗ്രഹിച്ചിട്ടാണ്. ഉള്ള അമ്പലത്തിനും പള്ളിയിലും എല്ലാം പോയി പ്രാർത്ഥിച്ചിട്ട് ആണ് കുട്ടികളെ ജനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജനിക്കുന്നത്. അപ്പൊ എന്തൊരു സന്തോഷമായിരിക്കും കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അത് ഗ്രാജുവലി ആ സന്തോഷം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. കുട്ടികളെ ഉദരത്തിൽ കിടക്കുമ്പം തന്നെ സന്തോഷം പോകാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ പ്രസവ വേദനയോടുകൂടി കുറെ സന്തോഷം പോയി. എന്നാലും കുട്ടികളുടെ മുഖം കണ്ടു കഴിയുമ്പം കുറെ സന്തോഷം തോന്നും. അങ്ങനെ സന്തോഷം തോന്നുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പത്രത്തിൽ പലതും കാണുന്നത്? പല ആൾക്കാരും പേരൻസൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ പറയാറുണ്ട്, സാറേ എനിക്ക് വേറൊരു ജന്മം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചാൽ ഇതുപോലെ കുട്ടികളെ എനിക്ക് വേണ്ട, കാരണം അതുപോലെ അനുഭവത്തിൽ കൂടെ അവർ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ റിയാക്ഷൻ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് ഈ കുട്ടികളെ നശിപ്പിച്ചു, അല്ലെങ്കിൽ ദേ ലോസ് ദെയർ ചിൽഡ്രൻ. അപ്പൊ എൻ്റെ അടുത്ത പേരൻസ് അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് കുട്ടികളെ നഷ്ടപ്പെടണം. അപ്പൊ അവര് പറയുന്നതാണ്, ഇങ്ങനത്തെ പിള്ളേർ എനിക്ക് വേണ്ട സാറേ. അപ്പൊ നിങ്ങൾ എത്ര നാളും 10 മാസം ചുമന്ന് വേസ്റ്റായില്ലേ? ഒരു കുട്ടീനെ അറിയാവില്ല ഇന്നത്തെ രീതിക്കൊക്കെ
ഒരു 10-15 വയസ്സ് വരെ വളർത്തി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം എനർജി നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, എന്തുമാത്രം പണം ചെലവാക്കിയിട്ടുണ്ട്, എന്തുമാത്രം നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെയാണല്ലോ ഒരു ചെടി എന്തെങ്കിലും നട്ടുകിട്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫലം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ ഏതെല്ലാം തരത്തിൽ ട്രീറ്റ് ചെയ്യും. പല ആൾക്കാരോടും ചോദിക്കും, കൃഷി ഡിപ്പാർട്ട്മെന്റൊക്കെ ചോദിക്കും, ഞാൻ തൊട്ട പ്ലാവെ ചക്ക ഉണ്ടാകുന്നില്ല, ഇത്രയും 10 കൊല്ലം നോക്കിയതാണ്, അപ്പൊ ചോടെ വെട്ടിക്കളയാൻ പറ്റിയല്ലോ. ഇവര് ഹാപ്പിയാണ്, ഹാപ്പിയാണ്, ഒരു കുറവില്ല അവരുടെ ഹാപ്പിനെസ്സിന്. ആൻഡ് യു ആർ അൺഹാപ്പി. ഇതത്ര പറഞ്ഞിട്ട് ഈ 2 പടവും കണ്ടു കഴിഞ്ഞപ്പോൾ യു ഹാവ് ബിക്കം അൺഹാപ്പി. അൺഹാപ്പി ആണെങ്കിൽ അൺഹാപ്പിനെസ് മേ ബി ബിക്കോസ് ഓഫ് സെവറൽ റീസൺസ്. നിങ്ങൾക്ക് സങ്കടം തോന്നിക്കാണും. തുടക്കത്തിലെ സത്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സങ്കടമല്ലേ തോന്നുന്നുണ്ട്. എൻ്റെ മകൻ എൻ്റെ മകളെ നശിച്ചു പോയി എന്നുള്ളത്, പോയി എന്ന് പറയുന്ന സങ്കടമല്ലേ. പക്ഷേ ആർ യു ഷോയിങ് യുവർ സാഡ്നെസ് ടു ദ ചിൽഡ്രൻ? അതാണ് കൺഫ്യൂഷൻ ഞാൻ ആദ്യം പറഞ്ഞത്. കുട്ടികൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങോട്ട് ചാടി അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തെല്ലാം വാക്കുകളെ ഉപയോഗിക്കുന്നത്. പക്ഷെ എന്തായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്ന വികാരം? സങ്കടം. സങ്കടത്തിനെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്തത് ദേഷ്യമായിട്ടാണ്. ഒരു കുട്ടി സ്കൂളിൽ നിന്ന് 100-ല് 10 മാർക്ക് മേടിച്ചുകൊണ്ട് വരുമ്പം നിങ്ങൾക്ക് സത്യത്തിൽ സങ്കടമല്ലേ തോന്നേണ്ടത്? തോന്നിയത് സങ്കടമാണ്. പക്ഷെ നിങ്ങൾ സങ്കടമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ദേഷ്യമല്ലേ. കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് സത്യത്തിൽ സങ്കടമല്ലേ തോന്നേണ്ടത്? പക്ഷെ നിങ്ങൾ കുട്ടീനെ വഴക്ക് പറയുക, അടിക്കുകയൊക്കെ ചെയ്യില്ലേ? കുട്ടിക്ക് വല്ലതും മനസ്സിലാകും? സങ്കടം കാണിക്കുക. നിങ്ങൾക്ക് വന്ന സങ്കടം കാണിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് മനസ്സിലാകും. ഇതാണ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. മനുഷ്യരുടെ എല്ലാവരും തകരാറ് ഇതാണ്. ദേ വിൽ നോട്ട് ഷോ ദെയർ ആക്ച്വൽ ഫീലിംഗ്. നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ഉള്ള ഫീലിംഗ് മറച്ചു വെച്ചിട്ട് വേറൊരു ഫീലിംഗ് ആണ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദേഷ്യം സങ്കടം എന്നല്ല, എല്ലാ കാര്യത്തിലും. അപ്പൊ കാണുന്ന മറ്റേ ആളിനെ ഒരു പിടിയും കിട്ടിയല്ല വേർ യു ആർ സ്റ്റാൻഡിങ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് മനസ്സിലാകുകയില്ല. അതാണ് അവർക്ക് കിട്ടുന്ന കൺഫ്യൂഷനാണ് അവരെ നശിപ്പിക്കുന്നത്. ഇതാണ് പറഞ്ഞത്, ആർ യു ഹാപ്പി ആൻഡ് യു ആർ അൺഹാപ്പി. അൺഹാപ്പി ആകാനുള്ള കാരണം എന്താണോ? ബിക്കോസ് ഓഫ് യുവർ ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റിയൽ ഇമോഷൻ കാണിക്കുക. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ കുട്ടികളെ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതല്ല, നിങ്ങൾക്ക് ഏതായാലും നെഗറ്റീവ് വികാരം വരും, ആ വരുന്ന വികാരം കാണിക്കാന്നുള്ളത്. അപ്പൊ അല്ല സാറേ എനിക്ക് ദേഷ്യം വന്നേ, അങ്ങനെ വരത്തില്ല, ഒരിക്കലും വരത്തില്ല. വെറുതെ പറയുന്നതാണ്. ദേഷ്യം ആർക്കും വരത്തില്ല. ദേഷ്യമൊക്കെ രണ്ടാമത് വരുന്നതാണ്. ആദ്യം നിങ്ങളുടെ മകൻ ഒരു ബാഡ് കമ്പനിയിലാണെന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമാണ് തോന്നുന്നത്. അയ്യോ അതെങ്ങനെയാ അവൻ അവിടെ പോയത്, അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അല്ലേ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അവനോട് ദേഷ്യം തോന്നാൻ തുടങ്ങും. അവനോടും അവൻ്റെ കൂട്ടുകാരോടും ചുറ്റുപാടുകളൊക്കെ ദേഷ്യം വരും. അപ്പോൾ അവൻ്റെ അടുത്ത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്തത് കള്ളത്തരത്തിലുള്ള, നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു വികാരമാണ് കാണിച്ചു കൊടുത്തത്. അപ്പൊ ആ കുട്ടി കൺഫ്യൂസ്ഡായി. അതാണ് കുട്ടിക്ക് തിരിച്ചു വരാൻ പറ്റാതെ വരുന്നത്. യുവർ അൺകണ്ടീഷണൽ ലവ് ഹെൽപ്പ് ദ ചൈൽഡ് ടു ചേഞ്ച് ആൻഡ് മേക്ക് ദ റൈറ്റ് ഡിസിഷൻ. അപ്പൊ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ലവ് ഉണ്ടായിരുന്നെങ്കിൽ അവര് തിരിച്ചു വന്നേനെ. അൺകണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥയില്ലാത്ത സ്നേഹം. അപ്പൊ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരൻസിനോട് ഞാനത് വെറുതെ പറയുന്നതല്ല, ഒരു പുസ്തകത്തിനും വായിച്ചതല്ല, ഡെയിലി കേട്ടോണ്ടിരിക്കുന്ന കാര്യം.
അയ്യോ പിന്നെ എൻ്റെ പിള്ളേരോട് എനിക്ക് ഭയങ്കര സ്നേഹമല്ലേ സാറേ. അപ്പൊ പിന്നെ ഇതുപോലെ സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ചോദ്യം ഇതാണ്, അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾ ദേഷ്യപ്പെടുന്നത്? സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ അൺകണ്ടീഷനായിട്ട് നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ അതിലാണ് അവര് ചേഞ്ച് ആകുന്നത്. ചേഞ്ച് ആകുന്നത് എങ്ങോട്ടാണ് ചേഞ്ച് ആകുന്നത്? ആൻഡ് ദേ വിൽ ടേക്ക് റൈറ്റ് ഡിസിഷൻ. കാരണം ഇതുപോലെ ഉള്ള സാഹചര്യത്തിൽ ജീവിച്ച എത്രയോ കുട്ടികൾ തിരിച്ചു വന്നിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. ആൻ എക്സ്പേർട്ട് ക്യാൻ ഹെൽപ്പ് യു ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നിങ്ങൾക്കത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ യു ഹാവ് ടു അപ്രോച്ച് ആൻ എക്സ്പേർട്ട് ആൻഡ് ഹി ഓർ ഷീ വിൽ ഹെൽപ്പ് യു to come out of that difficult situation.